കർത്താവിൽ പ്രിയരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം എത്ര വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ലഭിച്ചിരിക്കുന്ന ഒരു കർത്തൃ ദിവസമാണല്ലോ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായം 24-ാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടും പരമാർത്ഥതയോടും കൂടെ സേവിക്ക മാത്രം ചെയ്യുവീൻ, അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ശമൂവേൽ പ്രവാചകൻ തന്റെ വാർദ്ധക്യത്തിൽ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ആലോചനയാണിത്. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവ വഴി വിട്ടുമാറി അന്യദൈവങ്ങളെ സേവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവർ ഒരു രാജാവിനെ കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ദൈവം അവർക്ക് രാജാവായിരിക്കുകയും അവരെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് കാക്കുകയും ചെയ്യുന്നതിൽ സംതൃപ്തരാകാതെ അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടത് ദൈവത്തിന് അനിഷ്ടമായിരുന്നു. എങ്കിലും അവരുടെ ആവശ്യപ്രകാരം ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. ശൗലിന്റെ പ്രവർത്തികൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല. പാപത്തോട് പാപം കൂട്ടിയതിനാൽ അവർക്ക് വരുന്ന ന്യായവിധി വലുതായിരുന്നു. ഈ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും കാണാതെ ജനം ശമൂവേലിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത് എന്നാണ്. അപ്പോൾ ശമൂവേൽ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നൊരു ചിന്ത കൂടെ നമുക്കിവിടെ ലഭിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായി വഴി ഉപദേശിക്കും. ദൈവം നിങ്ങൾക്ക് ചെയ്ത വൻകാര്യങ്ങളെ മറക്കാതെ യഹോവയെ സേവിക്ക മാത്രം ചെയ്യുക എന്ന് ശമൂവേൽ ഉപദേശിക്കുന്നു. എന്താണ് ദൈവം ചെയ്ത വൻകാര്യം? നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മിസ്രയീമെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേലിനെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ ജനമാക്കി തീർത്തു എന്നത് ദൈവം ചെയ്ത വൻകാര്യമാണ്. ഇന്ന് നമുക്കും ഓർക്കുവാനുള്ളതാണ്. നാം പിശാചിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞവരായിരുന്നു. പാപപാശത്താൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നവരായിരുന്നു. അവിടെ നിന്ന് നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ ജനം എന്ന പദവിയിലേക്ക് ഉയർത്തി. ഇസ്രായേൽ അത് മറന്നതിന്റെ ഫലമായി അവർക്ക് ആ പദവി കുറെ കാലത്തേക്കെങ്കിലും നഷ്ടമായി. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ രക്ഷകനായി ലോകത്തിലേക്ക് വന്ന യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് ദൈവത്തിന്റെ ജനമായി തീരുവാൻ, ആ ഭാഗ്യ പദവിയിലേക്ക് ഉയർത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരും ഇപ്പോഴോ ദൈവത്തിന്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. അതെ, ദൈവം നമ്മോട് കരുണ കാണിച്ചു. നമ്മെ ദൈവത്തിന്റെ ജനമാക്കിയത് നമ്മിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ്. അതിന് പിന്നിൽ വ്യാപരിച്ചത് നമുക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല. ദൈവം നമുക്ക് എത്ര വലിയ കാര്യം ചെയ്തു എന്ന് ഓർത്തുകൊള്ളുവീനെന്ന് ശമൂവേൽ ഇസ്രായേലിനോട് പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് നമുക്കും ഇന്ന് ഓർക്കുവാനുള്ളത്. നമ്മെ എവിടെ നിന്നാണ് വീണ്ടെടുത്തത്? നമുക്ക് വേണ്ടി ദൈവം നൽകിയ മറുവില എന്താണ്? ഇതെല്ലാം ഓർത്താൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മെ വീണ്ടെടുത്തത് പാപപാശത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നുമാണ്. നമുക്ക് വേണ്ടി ദൈവം നൽകിയ മറുവില തന്റെ പുത്രന്റെ ആ വിലയേറിയ രക്തമാണ്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആകയാൽ ഈ കാര്യം നാം മറന്നുപോകാതെ, നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. എത്രമാത്രം വലിയ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്. കാൽവറിയിലേക്ക് നോക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ നമുക്ക് ഓർക്കുവാൻ കഴിയും. നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, നമ്മെ നിത്യമായ നാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തി, തൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർത്തു.
നമുക്ക് ഓർക്കുവാനുള്ളതാണ്. നമ്മുടെ ആയുഷ്കാലം മുഴുവൻ ഈ കാര്യം മറക്കാതെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അതെ, നമുക്ക് നൽകിയ രക്ഷയുടെ പാനപാത്രം നമ്മെ ദൈവം തന്റെ ജനമാക്കി തീർത്തു. നമുക്ക് കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യ പദവി ഓർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കരേറ്റാം. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ അവിടുത്തെ ജനമാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങൾ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. മുമ്പേ ഞങ്ങൾ ജനമല്ലാത്തവരായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവം ഞങ്ങളോട് കാണിച്ച മഹാകരുണയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി ഞങ്ങളെ അവിടുത്തെ മക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കുവാൻ അങ്ങ് ഞങ്ങൾ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.